അവൻ ആ ഗ്രാമത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയായിരുന്നു. അവൻ ഒരു ചെറിയ കാറ്റാടി യന്ത്രമുണ്ടാക്കി തന്റെ അച്ഛനെ കാണിച്ചു. ഇത് കാറ്റിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രമാണെന്നും ഇതിന്റെ വലിയൊരു മാതൃകയുണ്ടാക്കി ഒരു മോട്ടോറുമായി ബന്ധിപ്പിച്ചാൽ ഗ്രാമത്തിലേക്ക് വെള്ളമെത്തിക്കാമെന്നും ഉണങ്ങിയ വിളകൾ വീണ്ടും പച്ചപ്പാകുമെന്നും അവൻ അച്ഛനോട് വിശദീകരിച്ചു. പക്ഷേ അതിനായി അച്ഛന്റെ സൈക്കിൾ പൊളിക്കേണ്ടി വരുമെന്ന് കേട്ടപ്പോൾ അച്ഛൻ അവനെ ക്രൂരമായി തല്ലുകയും സ്കൂളിൽ പോകുന്നത് തടയുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഗ്രാമത്തിൽ മഴ പെയ്തിരുന്നില്ല. എല്ലാ വിളകളും ഉണങ്ങിപ്പോയിരുന്നു. ചൂട് കാരണം നിലം വിണ്ടുകീറാൻ തുടങ്ങി. ഒരൊറ്റ ധാന്യമെങ്കിലും ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലായിടത്തും വിശന്ന വയറുകളുമായി ആളുകളെ മാത്രം കാണാമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പുകയില കമ്പനി ഗ്രാമീണരിൽ നിന്ന് മരങ്ങൾ വാങ്ങാൻ തയ്യാറായി. ചിലർ മരങ്ങൾ വിൽക്കാൻ വിസമ്മതിച്ചു. പക്ഷേ വിശപ്പുള്ളവർ അവരുടെ എല്ലാ മരങ്ങളും വിറ്റു. കാരണം വിൽക്കാതിരുന്നാൽ എന്തായാലും അവർ വിശന്നു മരിക്കുമായിരുന്നു. താമസിയാതെ മഴക്കാലമെത്തി. കനത്ത മഴ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് വിളകളെയും നശിപ്പിച്ചു. മഴ പെയ്ത ശേഷവും ഗ്രാമത്തിലെ വരൾച്ച അവസാനിച്ചില്ല. കുട്ടിയുടെ അച്ഛൻ അവരുടെ വീടിന്റെ ഷീറ്റ് വിറ്റ് കുറച്ച് ധാന്യം വാങ്ങാൻ പോയെങ്കിലും വ്യാപാരികൾ വില കൂട്ടിയിരുന്നു. ആ സമയത്ത് സർക്കാർ ഗ്രാമീണർക്കായി കുറച്ച് ധാന്യങ്ങൾ അയച്ചു. പക്ഷേ വിതരണം വളരെ കുറവായിരുന്നു. മാസങ്ങളായി വിശന്നിരുന്ന ആളുകൾക്കിടയിൽ ഇത് വലിയ കലഹങ്ങൾക്കും തിക്കും തിരക്കിനും കാരണമായി. ഇനി ആ കുട്ടിക്ക് മാത്രമേ ഗ്രാമീണരെ സഹായിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അവൻ കൂട്ടുകാരുമായി ചേർന്ന് ഒരു കാറ്റാടി യന്ത്രം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾക്കായി പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് അവന് ഒരു ബാറ്ററിയും ഒരു വാട്ടർ പമ്പും ലഭിച്ചു. ഇപ്പോൾ അവന് വേണ്ടത് അച്ഛന്റെ സൈക്കിൾ മാത്രമായിരുന്നു. അവൻ അച്ഛന്റെ അടുത്തേക്ക് പോയി സൈക്കിൾ തരാൻ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഈ തവണ അച്ഛൻ സമ്മതിച്ചു. പക്ഷെ തന്റെ സൈക്കിൾ പൊളിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ഗ്രാമീണരുടെ സഹായത്തോടെ ആ കുട്ടി കാറ്റാടി യന്ത്രം നിർമ്മിച്ചു. അവൻ വീട്ടിൽ നിന്ന് പമ്പ് കൊണ്ടുവന്ന് കിണറ്റിലേക്ക് ഒരു പൈപ്പ് വെച്ചു. തുടർന്ന് ഇലക്ട്രിക് വയറുകൾ കാറ്റാടി യന്ത്രവുമായി ബന്ധിപ്പിച്ചു. കാറ്റ് വീശിയപ്പോൾ തന്നെ കാറ്റാടി യന്ത്രം കറങ്ങാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പമ്പിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകാൻ തുടങ്ങി.